ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അഭിഷേകം പ്രാപിക്കുക എന്നതിനെ കുറിച്ചാണ്. വീണ്ടും വീണ്ടും സ്വർഗത്തിൻ്റെ അഭിഷേകത്തെ സ്വീകരിച്ച് വരണ്ട ഭൂമി വെള്ളം കൊണ്ട് കുതിരുന്നത് പോലെ ഓരോ ദൈവ പൈതലും പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ കൂടുതൽ നിറയണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുലിഖിതം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-2 വ്യക്തിയുടെ അനുഭവങ്ങൾ കണ്ട് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് അനിത ജോസഫ്. ഞാൻ ഫോർട്ട് കൊച്ചി സൗദി പ്രദേശത്ത് നിന്ന് വരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അനിത ജോസഫ്. ഓക്കെ. എൻ്റെ മൂത്ത കുട്ടിക്ക് 8 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങിയ ബ്ലീഡിംഗ് ആയിരുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഒരുപാട് ചികിത്സയൊക്കെ നടത്തി. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിന് കംപ്ലൈൻ്റ് ആണെന്നും ഇനിയൊരു കുഞ്ഞുണ്ടാവുകയില്ലെന്നും ഡോക്ടർമാർ വിധി പറഞ്ഞു. അങ്ങനെ ഇരിക്കെ മെയ് മാസം ഫോർട്ട് കൊച്ചി വെളിയിൽ അച്ഛൻ്റെ ധ്യാനം നടന്നു. അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ തരുമെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ഇരിക്കെ ഒക്ടോബർ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു 3 പേർക്ക് ദൈവം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നുവെന്ന്. അതിലൊന്ന് ഞാനായിരിക്കണമെന്ന് ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ മാസം തന്നെ ഞാൻ ഗർഭിണിയായി, പ്രഗ്നന്റായി. ഒരു കുട്ടിയാണ് ചോദിച്ചത്. കർത്താവ് 2 പേരെ തന്ന് അനുഗ്രഹിച്ചു. ഒരു കുട്ടിയെ ചോദിച്ചു, 2 കുട്ടിയെ കൊടുത്തു. ഹല്ലേലൂയ. കർത്താവിനോട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് കർത്താവിന് സന്തോഷമാണ്. കർത്താവ് പറഞ്ഞിരുന്നത് ധാരാളം മക്കൾ കുടുംബത്തിൽ ഉണ്ടാകുന്ന ആ കുടുംബത്തിന് കർത്താവ് ധാരാളം സന്തോഷം ആ കുടുംബങ്ങളിൽ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവരോട് ഒരു കുട്ടിയെ ചോദിച്ച് 2 കുട്ടിയെ കൊടുത്ത് നന്നടങ്ങ് അനുഗ്രഹിച്ച്. നിങ്ങൾക്ക് സന്തോഷമാണോ? ഇവർക്ക് നല്ല നിറഞ്ഞ സന്തോഷം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ച് സന്തോഷത്തോടെ കൈ ഉയർത്തി കൈയടിച്ച് പവർ പവർ മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് തിരുനാമം സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു കുടുംബം ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേർന്നപ്പോൾ ദൈവം കൊടുത്ത ഒരു സന്ദേശം വിശ്വസിച്ച്, ദൈവമേ എൻ്റെ കുടുംബത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ചു. ആ കുടുംബത്തിന് അതൊരു അത്ഭുതമായി മാറി. അച്ഛൻ 2012 ഡിസംബറിൽ ഫോർട്ട് കൊച്ചിയിൽ ഒരു കൺവെൻഷൻ നടത്തി, പള്ളുരുത്തിൽ ഒരു കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടെ വേറൊരു കുടുംബം മറൈൻ ഡ്രൈവിൽ പങ്കെടുത്ത ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നതിന് ശ്രദ്ധയപ്പെട്ടു. ആണിരോഗം ഉണ്ടായിരുന്നത് ദൈവം അത്ഭുതകരമായി സുഖപ്പെടുത്തി. എൻ്റെ പേര് എൽസി. എൽസി അമ്മ. എവിടെയാ? ഞാൻ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്ന്. തോപ്പുംപടിയിൽ നിന്നാണ് എൽസി ചേച്ചി വരുന്നത്. പറ. എനിക്ക് 2 വർഷമായി ആണിരോഗം കൊണ്ട് ഞാൻ നടക്കുവാൻ വളരെ വിഷമിച്ച് കാലിൽ ആണിരോഗമായിട്ട് എത്ര വർഷമായി? 2 വർഷമായി കാലിൽ ആണിരോഗം വന്ന് നടക്കാൻ പ്രയാസപ്പെടുകയാണ്. എന്നിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 2011 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങളിൽ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും അതിന്റെ ഫലമായി 3-ാം പ്രാവശ്യത്തിന്റെ പിറ്റേ ദിവസം തന്നെ ആണി രോഗത്തിന്റെ ആ റൂട്ടോടുകൂടി എനിക്ക് മാറുകയും ചെയ്തു.
ആ ആണിരോഗം പോയി. ആണിരോഗം റൂട്ടോടുകൂടി അതിന്റെ ആ വേരോടുകൂടെ അത് വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതായത് ഇപ്പൊ അവിടെ ഒരു പാട് പോലും കാണില്ല, കംപ്ലീറ്റ് പോയി അല്ലേ, കംപ്ലീറ്റ് പോയി. എനിക്ക് എല്ല് വളരുന്ന ഉപ്പൂറ്റിയിൽ എല്ല് വളരുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റാതെ ഞാൻ 1.5 വർഷത്തോളം വിഷമിക്കുകയായിരുന്നു. അത് ഞായറാഴ്ച 8:30 മണിക്കുള്ള അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് ശരിക്കും നടക്കാനും വേദനയ്ക്ക് കുറവുണ്ടാവുകയും ചെയ്തു. അത് പരിപൂർണമായും വിട്ടുമാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുന്ന അതേ തുറവിയോടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെ ലക്ഷക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥന നിമിഷങ്ങളിൽ കർത്താവ് കുടുംബങ്ങളിലേക്ക് വർഷിക്കും. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അരികിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഇതിൽ പങ്കുചേരാനുണ്ടെങ്കിൽ അവരെ വേഗം വിളിച്ച് ചേർത്ത് നിർത്തുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, ഈ കുടുംബത്തിലേക്ക് നിറയണമേ, ഈ കുടുംബത്തിലേക്ക് നിറയണമേ, കടബാധ്യതകളും കടബാധ്യതകളും രോഗപീഠകളും രോഗപീഠകളും കുടുംബ കലഹങ്ങളും ഈ കുടുംബകലഹങ്ങളും കുടുംബത്തിൽ നിന്ന് ഈ കുടുംബത്തിൽ ഈ നിന്ന് രാത്രിയിൽ ഈ രാത്രിയിൽ വിട്ടുമാറി പോകട്ടെ. വിട്ടുമാറിപ്പോകട്ടെ. യേശുവേ, 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 വർഷങ്ങളായുള്ള എല്ലാ തകർച്ചകളെയും അന്ധകാര പീഡകളെയും അങ്ങയുടെ അത്ഭുത നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുരാത്മ പീഡകളെയും അന്ധകാര സൈന്യനിരകളെയും നസ്രായന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഈ കുടുംബത്തിലേക്ക് വ്യാപരിക്കട്ടെ, ഈ രോഗികളിലേക്ക് വ്യാപരിക്കട്ടെ. ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗികൾ യേശുനാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന, 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 ആരാധന. എല്ലാ ദുർപീഡകൾ, വിമത ചിന്തകൾ, മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ, അനുസരണക്കേട്, താന്തോന്യത്വം, ഭക്ഷണ സ്വഭാവം, മൂഢത യേശുനാമത്തിൽ ചിഹ്നവന്നമാകട്ടെ. ആരാധന, 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 ആരാധന. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, ഇതിൽ പൂർണ്ണമായി ലയിക്കാൻ ദൈവമക്കളെ ശല്യപ്പെടുത്തുന്ന, തടസ്സമുണ്ടാക്കുന്ന എല്ലാ തടസ്സ ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ഈ നിമിഷങ്ങളിൽ ഓരോ മകനെ സ്പർശിക്കണമേ. രോഗികളായി കിടക്കുന്ന ഓരോ മക്കളെ സ്പർശിക്കണമേ കർത്താവേ. കിടക്കയിൽ കിടക്കുന്ന രോഗാവസ്ഥയുടെ പീഡ അനുഭവിക്കുന്ന ഓരോ മക്കളുടെ മേൽ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഹൃദയം അടഞ്ഞ് കല്ലുപോലെ, കരിങ്കല്ല് പോലെ ആയിപ്പോയിരിക്കുന്ന ഹൃദയങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളും, അടഞ്ഞുപോയ ഹൃദയങ്ങളും യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓ ദൈവമേ, നിരാശ, കുറ്റബോധം, വലിയ മനപ്രയാസങ്ങൾ, കുടുംബ തകർച്ച, സങ്കടങ്ങൾ, ഇങ്ങനെ ഹൃദയം നൊന്ത് വേദനിക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ കർത്താവേ. വലിയൊരു സമാശ്വാസം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാം തിരുരഹിതം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. നമുക്ക് വചനം ഒന്ന് ഏറ്റു പറയാം. ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത്. കസേരകളിലേക്ക് ഇരുന്ന് ശാന്തമായി നമുക്ക് തുടർന്നുള്ള വചന ശുശ്രൂഷകൾ പങ്കുചേരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ മാതൃകയാക്കി ഈ ലോകത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ദാഹിക്കണം എന്ന് ഇന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കിപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ട്, എനിക്ക് ഇത്രയും മതി, അങ്ങനെ ആരും ചിന്തിച്ചിരിക്കരുത്. എത്രമാത്രം പരിശുദ്ധാത്മാവ് നിറഞ്ഞാലും വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് നാം ഉയരണം, നാം അഭിഷേകത്തെ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം പ്രാപിക്കുക, ഇത് എല്ലാവർക്കുമുള്ള ഒരു നിർദ്ദേശമാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി നാം ഇതൊന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ജീവിതവും പരിശുദ്ധാത്മാവും തമ്മിൽ ഒരു വലിയ ബന്ധം വിശുദ്ധ ലിഖിതങ്ങളിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് തന്നെ പ്രതിപാദിക്കപ്പെടുന്ന ഭാഗത്ത് പരിശുദ്ധാത്മാവിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് ദൈവവചനം കാണിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 35-ാം തിരുലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നത് എങ്ങനെയാണ്? ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ അറിയിക്കുമ്പോൾ ദൂതൻ അതിനെക്കുറിച്ച് പറയണ അടിസ്ഥാന കാര്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അങ്ങനെ നിന്റെ ഉദരത്തിൽ യേശു ജനിക്കും. ദൂതൻ മറിയത്തോട് പറയുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, യേശു ജനിച്ചപ്പോൾ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. പരിശുദ്ധാത്മാവ് അങ്ങടെ ശരീരം ധരിച്ചതാണ് യേശു ക്രിസ്തു. അത്യുന്നതന്റെ ശക്തി ആവസിച്ച് യേശുവായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവുമായ ബന്ധത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 80-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു, ഇസ്രായേലിന് വെളിപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 80-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ശിശു വളർന്നു, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്താ ശക്തിപ്പെടുക എന്ന് പറഞ്ഞെന്താ? ഒരു കുട്ടി ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും പോഷകാഹാരങ്ങൾ കഴിച്ചും അങ്ങനെ അവൻ്റെ കൈയും കാലും ബലം പ്രാപിക്കുന്നത് പോലെ ആത്മാവിൽ ശക്തിപ്പെട്ടു. ഹല്ലേലൂയ. 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 വീണ്ടും യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 39-40 തിരുലിഖിതങ്ങൾ അവിടെ നമ്മൾ വായിക്കുകയാണ്, കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ചതിന് ശേഷം അവർ സ്വനഗരമായ ഗലീലിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ശക്തനായി, ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു. ശിശു വളർന്നു, അവൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു ശക്തനായി. പ്രിയപ്പെട്ട സഹോദരൻ, അപ്പോൾ യേശുവിനെ കുറിച്ച് പറയുകയാണ്. ആദ്യം പറഞ്ഞു ആത്മാവിൽ അവൻ ശക്തിപ്പെട്ടു. വീണ്ടും കുറച്ചുകൊണ്ട് വളർന്നപ്പോൾ യേശുവിനെ കുറിച്ച് തുടർന്ന് 2-ാം അധ്യായം 33-40 വാക്യം പറയുകയാണ്, അവൻ ജ്ഞാനം കൊണ്ട്, ആത്മീയ ജ്ഞാനം കൊണ്ട്, പരിശുദ്ധാത്മ ശക്തി കൊണ്ട് നിറഞ്ഞ് അവൻ ശക്തനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വളർച്ചയെ കുറിച്ചെല്ലാം വചനം എവിടെ പ്രതിപാദിക്കുന്നു അവിടെ എല്ലാം അവൻ ആത്മാവിൽ നിറഞ്ഞു, അവൻ ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ പ്രാർത്ഥനയും ജ്ഞാനവും അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ത്വരിതപ്പെട്ട് വളർന്ന് വളർന്ന് വന്നുകൊണ്ടിരുന്നു എന്നാണ് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 21-22 വാക്യങ്ങൾ
യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് അവിടെ കാണുന്നത്. അങ്ങനെ ജോർദാൻ നദിയിൽ സ്നാപക യോഹന്നാനിൽ നിന്ന് യേശു മാമോദിസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിന് മേൽ വീണ്ടും വന്ന് നിറയുന്നതായി വെളിപ്പെടുകയാണ്. 3-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരവുമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ യേശു സ്നാനം സ്വീകരിച്ച സമയത്ത്, മാമോദിസ മുങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ പ്രകടമായി പ്രാവിന്റെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇതാ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി. ചിന്തിച്ചു നോക്കണം, യേശു ജനിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ജനിച്ചത്. യേശു വളർന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, ആത്മാവിൽ ശക്തിപ്പെട്ടു, വീണ്ടും ജ്ഞാനം കൊണ്ട് നിറഞ്ഞു. മാമോദിസ സമയത്ത് ഇതാ പരിശുദ്ധാത്മാവിനെ യേശു പൂരിതനായി, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പ്രകടമായി എഴുന്നള്ളി വന്നു. എന്നിട്ട് വീണ്ടും പഠിപ്പിക്കുകയാണ്, അവൻ ആത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങിയപ്പോൾ, ജോർദാനിൽ നിന്ന് കയറുന്ന സമയത്ത് ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് യേശു കയറുന്നത്. എന്നിട്ട് യേശു എന്താ ചെയ്തത്? അവൻ മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കാനായി പോയി. പ്രിയപ്പെട്ട സഹോദരി, ഇത് മതി, ഏതാണ്ടൊക്കെ ആയി, അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ കുറെ വചനം കേട്ടതാ, ഞാൻ കുറെ ധ്യാനം കൂടിയതാ, ഞാൻ കുറെ പ്രാർത്ഥിച്ചതാ, കുറെ ശുശ്രൂഷിച്ചതാ, എനിക്കിപ്പോൾ എല്ലാം തികഞ്ഞു, അങ്ങനെ ചിന്തിക്കരുത്. അഭിഷേകം പ്രാപിക്കണം, വീണ്ടും വീണ്ടും അഭിഷേകം പ്രാപിക്കണം, വീണ്ടും വീണ്ടും കൃപ പ്രാപിക്കണം, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. യേശു ഇതാ പ്രാർത്ഥിക്കാനായി, കൂടുതൽ പ്രാർത്ഥിക്കാനായി അവൻ മരുഭൂമിയിലേക്ക് പോവുകയാണ്. യേശുവിന്റെ സ്ഥിതി ഇപ്പം എന്താ? അവൻ ആത്മാവിനാൽ നിറഞ്ഞ അവസ്ഥയിലാണ്. എന്നിട്ടും കൂടുതൽ പ്രാർത്ഥിക്കാനായി, കൂടുതൽ കൃപയ്ക്കായി അവൻ മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഇതാ വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം അതിൽ 14-ാമത്തെ തിരുലിഖിതം. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് മടങ്ങിപ്പോയി. ഇതാ മരുഭൂമിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാ പ്രലോഭനം അതിജീവിച്ച് വരുന്ന വരവിനെ കുറിച്ച് വിശുദ്ധ വീണ്ടും പഠിപ്പിക്കുകയാണ്. അവൻ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഗലീലിലേക്ക് മടങ്ങി. അപ്പോൾ ആത്മാവിന്റെ ശക്തി കൊണ്ട് പൂരിതനായി അവൻ ഗലീലിലേക്ക് മടങ്ങി. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ യേശു സിനഗോഗിൽ പ്രവേശിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ യേശു എന്താ പ്രഖ്യാപിക്കുന്നത്? അതാണ് 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. താൻ പ്രാപിച്ച അഭിഷേകത്തെ കുറിച്ച് ദൈവവചനത്തെ അടിസ്ഥാനമാക്കി പ്രഖ്യാപിക്കുന്ന യേശുവിനെ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ കാണാം. യേശു ക്രിസ്തു പരിശുദ്ധാത്മ നിറഞ്ഞു എന്ന് മാത്രമല്ല, താൻ പരിശുദ്ധാത്മ നിറഞ്ഞിരിക്കുന്നുവെന്ന് യേശുവിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ യേശു ക്രിസ്തു ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത എന്താ? യേശു ക്രിസ്തു സംസാരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കൃപാവചസ് കേൾക്കാൻ ജനം തിങ്ങിക്കൂടി. മറ്റൊരു ഭാഗത്ത് പറയാണ്, യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. വേറൊരു ഭാഗത്ത് പറയാണ്, വിശുദ്ധ ലൂക്ക 5:17, രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവന്റെ മേൽ ഉണ്ടായിരുന്നു. എല്ലാ ഭാഗത്തും ജനങ്ങൾ അവന്റെ അടുത്ത് തിങ്ങിക്കൂടി. ഇങ്ങനെയാണ് പിന്നെ സുവിശേഷങ്ങളിൽ നാം യേശുവിനെ കുറിച്ച് വിവരിക്കുന്നത്, കാണുന്നത്. അപ്പൊ യേശു എന്താ ചെയ്തതെന്ന് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 15-16 തിരുലിഖിതങ്ങൾ. യേശുവിന്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ. അവന്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി. അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ വീണ്ടും വീണ്ടും യേശു ചെയ്യുന്ന എന്താ? ഈ അഭിഷേകത്തിൽ നിന്ന് കൂടുതൽ അഭിഷേകം പ്രാപിക്കാൻ, കൂടുതൽ കൃപ കൊണ്ട് നിറയാൻ, കൂടുതൽ ദൈവാത്മാവ് കൊണ്ട് നിറയാൻ അവൻ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യേശുവാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവൻ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലും ആയി എന്ന് വിചാരിക്കരുത്. കൂടുതൽ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാലാണ്. യേശുവിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മ കൊണ്ട് നിറയുന്നത് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് യേശു ചെയ്തത്, അവൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിച്ചു. അഭിഷേകം പ്രാപിക്കുന്നതിനെക്കുറിച്ച് യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒരു വിശ്വാസി എന്ന നിലയിൽ, പ്രിയ ദൈവ പൈതലേ, സാത്താനുമുള്ള പോരാട്ടത്തിൽ ജയിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ, നീ ആത്മാവിനാൽ ശക്തി പ്രാപിക്കണം. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ആത്മാവിൽ ബലക്ഷയപ്പെട്ട അവസ്ഥകളിലേക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ദേവാലയത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ ആത്മീയമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണം. കരങ്ങൾ ഉയർത്ത, എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ എത്രമാത്രം കൃപയുണ്ടോ, എത്രമാത്രം പരിശുദ്ധാത്മാവുണ്ടോ, അതിനേക്കാൾ അധികമായി ആത്മാവിന്റെ ശക്തി ഉയരട്ടെ. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് നിറയണമേ, ഈ കൂട്ടായ്മയിലേക്ക് നിറയണമേ, ഈ ദാസിദാസന്മാരുടെ മേൽ നിറയണമേ, ഈ ഭവനങ്ങളിലേക്ക് നിറയണമേ. ഈ സമൂഹത്തിൽ മരവിച്ചിരിക്കുന്നവര്, മന്ദതയിൽ ആണ്ടുപോയവര്, പ്രാർത്ഥന നഷ്ടപ്പെട്ടവര്, വിശ്വാസം നഷ്ടപ്പെട്ടവര്, ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും ദൈവശക്തി വ്യാപരിച്ച് അന്ധകാര കോട്ടകൾ ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. ആരാധന, ആരാധന, ആരാധന. ശിവേ, ശിവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സർവശക്തിയോടുകൂടെ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.